ഹലോ ഡിയർ അബി സാർ, എൻ്റെ പേര് നാസർ. ഞാൻ ഒരു പ്രവാസിയാണ്. കറൻ്റ് ഞാൻ വർക്കിംഗ് ഇൻ സൗദി അറേബ്യ. നാട്ടിലെ മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ്. ഏകദേശം 2 വർഷത്തോളമായിട്ട് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്. ചെറിയ രീതിയിലൊക്കെ ട്രേഡുകൾ എടുക്കാറുണ്ട്. യൂട്യൂബ് വീഡിയോകളിൽ നിന്ന് കിട്ടിയ ഒരു അറിവാണ് എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 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 ബിസിനസ്സിനെ എങ്ങനെ അനലൈസ് ചെയ്യണം എന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിൻ്റെ ഏത് പ്രൈസ് റേഞ്ചിൽ അതിൽ എൻട്രി ചെയ്യണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 വർഷത്തിൻ്റെ ഇടയിൽ എനിക്ക് ഒരു വ്യക്തമായൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ സാറിൻ്റെ NRI ട്രേഡർ എന്ന യൂട്യൂബ് ചാനൽ കാണാനിട വരുന്നതും. തുടക്കത്തിൽ തന്നെ അതിൽ സാറിൻ്റെ ഒരു അവതരണ രീതി, ഒരു സ്റ്റോക്കിനെ കുറിച്ച് വളരെ ലളിതമായ രീതിയിൽ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന രീതിയിൽ സാറ് ആ സ്റ്റോക്കിൻ്റെ ഓരോ ബിസിനസ്സിനെ കുറിച്ചാണെങ്കിലും അതിൻ്റെ ഫൈനാൻഷ്യൽ നമ്പേഴ്സിനെ കുറിച്ചാണെങ്കിലും സാർ വളരെ വ്യക്തമായിട്ടുള്ള ഒരു വ്യത്യസ്തമായ ഒരു അവതരണ രീതിയായിട്ട് തോന്നി എനിക്ക് തുടക്കത്തിൽ തന്നെ. അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും ഞാൻ വാച്ച് ചെയ്യാറുണ്ടായിരുന്നു, ഞാൻ ഫോളോ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ കോഴ്സിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഞാൻ കോഴ്സിൽ ചേർന്നു, കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ ആ കോഴ്സിലുള്ള ഓരോ വീഡിയോസും ഞാൻ റിപ്പീറ്റ് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുന്നു. വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ ഏതൊരാൾക്കും മനസ്സിലാവുന്ന രീതിയിലാണ് സാറ് കോഴ്സിലുടനീളം കാര്യങ്ങളെ വിശദീകരിച്ചിട്ടുള്ളത്. നമ്മൾ ഒരുപാട് ടഫാണ് അല്ലെങ്കിൽ നമുക്കൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ബിസിനസ്സിനെ കുറിച്ച് അനലൈസ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ഒരു ബിസിനസ്സിൻ്റെ ഫണ്ടമെൻ്റൽസ്, അതിൻ്റെ ഫൈനാൻഷ്യൽ നമ്പേഴ്സ് അതിനെ എങ്ങനെ നോക്കിക്കാണണമെന്നും ഏതെല്ലാം നമ്പേഴ്സിനാണ് നമുക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണയുണ്ട്, ധാരണ എത്താൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ചാർട്ട് പാറ്റേൺ നോക്കി അതിൽ ഏത് പ്രൈസ് റേഞ്ചിൽ നമ്മൾ ആ സ്റ്റോക്കിൽ എൻട്രി ചെയ്യണം എന്നതിനെക്കുറിച്ചും അതുപോലെ എവിടെ എക്സിറ്റ് ചെയ്യണം എന്നതിനെക്കുറിച്ചും ഒരു തീരുമാനം എത്താൻ കഴിയുന്നുണ്ട്. ഇതിലൊക്കെ ഉപരിയായിട്ട് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായിരിക്കേണ്ട ഒരു മൈൻഡ് സെറ്റ്, സ്റ്റോക്ക് മാർക്കറ്റിലും അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലും ഉണ്ടായിരിക്കുന്ന ഡിസിപ്ലിൻസ്, ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇങ്ങനെ ഒരു കോഴ്സ് ഞങ്ങൾക്ക് തന്ന അബിസാറിന്, അതോടൊപ്പം തന്നെ ഇങ്ങനൊരു കോഴ്സ് ഞങ്ങൾക്ക് തന്ന് ഞങ്ങളോടൊപ്പം നിന്ന് ട്രേഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പൊക്കെ ടെലിഗ്രാം ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന അബിസാറിന് ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു. എൻ്റെ പേര് അനിൽ. കഴിഞ്ഞ 8-9 വർഷമായിട്ട് ഞാൻ ഒരു അക്കൗണ്ട് ഉണ്ട്. എനിക്ക് ട്രേഡിങ്ങിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിൽ അക്കൗണ്ട് ഉണ്ട്. കാര്യമായിട്ടുള്ള ട്രേഡിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള രീതിയിൽ കാര്യമായിട്ടുള്ള ലാഭനഷ്ടമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സാഹചര്യത്തിലാണ് യൂട്യൂബിലൂടെ NRI ട്രേഡ് അക്കാഡമിയുടെ വീഡിയോകൾ കാണുകയും ഈ കോഴ്സ് ഞാൻ വാങ്ങുകയും അതനുസരിച്ചുള്ള ചില ഇൻവെസ്റ്റ്മെൻറ്റുകൾ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇതുവരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അവതരണമാണ് അദ്ദേഹത്തിൻ്റെ അഭിലാഷ്ജിയുടെ യൂട്യൂബിലൂടെ ഉണ്ടായിരുന്നത്. ഈ കോഴ്സിലൂടെ നമുക്ക് വളരെ ആത്മവിശ്വാസവും അതുപോലെ തന്നെ ഒരു ലക്ഷ്യബോധവും നമുക്ക് നേടിയെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നല്ല ട്രേഡിംഗ് വെറുതെ ലാഭം ഉണ്ടാക്കുക, പൈസ ഉണ്ടാക്കുക എന്ന് മാത്രമല്ല, ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയാകുന്ന തരത്തിൽ സമൂഹത്തിനോടും അതുപോലെ തന്നെ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ദുരിതമനുഭവിക്കുന്ന ആളുകൾക്കും സഹായഹസ്തം നൽകുന്ന തരത്തിൽ ഉത്തമ പൗരനാകുന്ന തരത്തിലുള്ള ആശയങ്ങളാണ് അദ്ദേഹം ഈ കോഴ്സിലൂടെ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള വ്യതിരിക്തമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് അദ്ദേഹം നമുക്ക് തന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ കോഴ്സിലൂടെ എനിക്ക് വലിയ തോതിലുള്ള ഒരു ആത്മവിശ്വാസം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അദ്ദേഹത്തിൻ്റെ മെഡിറ്റേഷനായാലും അതുപോലെ തന്നെ പുസ്തകങ്ങൾക്ക് വേണ്ടി വായിക്കുന്നതിന് വേണ്ടിയുള്ള സമയം കണ്ടെത്തുന്നതായാലും അത്തരത്തിലുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള
ഒരു മനുഷ്യൻ്റെ എല്ലാവിധ കാര്യങ്ങളെയൊക്കെ സംബന്ധിച്ചും പ്രതിപാദിക്കുന്ന തരത്തിലുള്ള ഒരു അവതരണമാണ്. വെറുതെ തന്ത്രങ്ങൾ മാത്രം പറയുക എന്ന് വ്യത്യസ്തമായിട്ട് ഒരു കംപ്ലീറ്റായിട്ടുള്ള പരിപൂർണമായിട്ടുള്ള വ്യക്തിത്വ വികാസനവും കൂടി അദ്ദേഹം ഈ ഇതിലൂടെ ആരോഗ്യമുള്ള മനസ്സിലാണ് ആരോഗ്യമുള്ള ചിന്ത ഉള്ളൂ എന്ന് പറയുന്നത് പോലെ അത്തരത്തിലുള്ള ഒരു സമഗ്രമായിട്ടുള്ളൊരു വിശകലനം തന്നെയാണ്, പാഠ്യപദ്ധതി തന്നെയാണ് അദ്ദേഹം ഇതിലൂടെ നമുക്ക് ലഭ്യമാക്കുന്നത്. തീർച്ചയായിട്ടും ഈ അദ്ദേഹത്തിൻ്റെ ഈ കോഴ്സ് എനിക്ക് വളരെ ഉപകാരപ്രദമായി തന്നെയാണ് അനുഭവമായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ തരത്തിലുള്ള ഇതിനോടൊപ്പം തന്നെ ഈ കോഴ്സ് വാങ്ങുമ്പോൾ തന്നെ ലൈഫ് ലോങ് ആയിട്ടുള്ളൊരു ബന്ധം, ഒരു ശിക്ഷ ബന്ധം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു ബന്ധം ഉണ്ടാക്കും അദ്ദേഹം വാക്ക് നൽകുന്നുണ്ട്. അതൊക്കെ വളരെ ആത്മവിശ്വാസം നൽകുന്ന ഒരു നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ഇത്തരത്തിൽ അറിവ് സന്നിവേശിപ്പിക്കുന്നതിനുള്ള, മറ്റുള്ളവരിലേക്ക് സന്നിവേശിപ്പിക്കുന്നതിനുള്ള ഈ ശ്രമം തികച്ചും അഭിനന്ദനാർഹമാണ്. അത് നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ കോഴ്സിനോട് അതുപോലെ തന്നെ ഇത് തീർത്തും എനിക്ക് വലിയ മുതൽക്കൂട്ടാണെന്ന് തന്നെയാണ് എനിക്ക് ഈ കോഴ്സിനെക്കുറിച്ച് പറയാനുള്ളത്. എല്ലാവിധ അഭിനന്ദനങ്ങളും ഭാവി പ്രവർത്തനങ്ങൾക്ക് നേരുന്നു. നമസ്കാരം, എൻ്റെ പേര് അരുൺ. ഞാൻ എറണാകുളത്താണ് എൻ്റെ വീട്. ഞാൻ ഷെയർ മാർക്കറ്റിൽ പുതിയൊരാളാണ്. എനിക്ക് ഷെയർ മാർക്കറ്റിനെ കുറിച്ച് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ എനിക്കതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിക്കണം. നമ്മുടെ ഒരു സൈഡ് ഇൻകം എങ്കിലും നമുക്ക് ജോലി ചെയ്യുന്നു. കുറച്ച് ഞാൻ IT-യിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് നമ്മൾ സേവിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തു പോയാലും നമുക്ക് നാളെ ഒരു സമയത്ത് നമ്മൾ പ്രായം എത്തിക്കഴിയുമ്പോൾ നമുക്കൊരു ആ സമയത്തും ജീവിക്കാനായിട്ടുള്ള ഒരു വരുമാനം നമ്മൾ കണ്ടെത്തണമല്ലോ. അപ്പോൾ ഇപ്പോഴേ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം. അപ്പം ഞാൻ പല സ്കീമുകളെക്കുറിച്ചും ഒക്കെ ശ്രദ്ധിക്കാറുണ്ട്, പക്ഷേ ചേരാനൊന്നും പറ്റിയിട്ടില്ല. അപ്പം ഷെയർ മാർക്കറ്റിനെ കുറിച്ചും ഞാനിങ്ങനെ വാച്ച് ചെയ്യാറുണ്ട്, യൂട്യൂബിലൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പം അങ്ങനെയാണ് അഭിലാഷ് സാറിൻ്റെ ക്ലാസ് ഞാൻ കണ്ടത്. അപ്പം അദ്ദേഹത്തിൻ്റെ വിശകലനമൊക്കെ ഒരു കമ്പനിയെ എടുത്തിട്ട് അദ്ദേഹം അതിൽ ഓരോന്നിനെക്കുറിച്ച് സെക്ടർ വൈസ് അദ്ദേഹം പറയുന്നതൊക്കെ എനിക്ക് ഭയങ്കര മറ്റുള്ളവർ കാണിക്കുന്നതിലും അദ്ദേഹം ഒരു വ്യത്യസ്തത എനിക്ക് തോന്നി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ എല്ലാ വീഡിയോസും വരുന്നതൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര താല്പര്യം തോന്നി. അത് ഞാൻ അങ്ങനെ വേണം. ഇപ്പം ഒരു കമ്പനിയെ നമ്മൾ ചുമ്മാ ബ്ലാങ്കായിട്ട് പോയിട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യലല്ല, അല്ലെങ്കിൽ ട്രേഡിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു കമ്പനിയെ ഞാൻ തോന്നുന്നു ഇപ്പം നല്ല ന്യൂസിൽ വരുന്നു ഒരു കമ്പനി അതിൻ്റെ ഇൻഫോസിസ് ഇപ്പം നല്ല രീതിയിൽ പോകുന്നു എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉടൻ തന്നെ പോയിട്ട് അത് മേടിക്കുന്നു. അപ്പോൾ ഇത് ശരിക്കും ഞാൻ ആ കമ്പനി ഒരു ബ്ലാങ്കായിട്ട് പോയിട്ടൊരു ചെയ്യുന്ന സംഭവമാണ്. എനിക്കറിയത്തില്ല ആ കമ്പനി എന്തൊക്കെ ബിസിനസ്സാണ് അവർ ചെയ്യുന്നതെന്നോ അവർക്ക് എത്ര ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ടെന്നോ ഒന്നും നമുക്കറിയില്ല. ഞാൻ അതിൽ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, എൻ്റെ കാശ് അവിടെ ലോക്കായി പോകുന്നു. അപ്പം എനിക്ക് അറിയണ്ടേ ഞാൻ എടുക്കുന്ന സാധനം എന്താണെന്നും അതിൽ വിജയിക്കാൻ എനിക്ക് സാധ്യതയുണ്ടോ എന്നൊക്കെ. അപ്പം ആദ്യം തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുന്നത് ശരിക്കും നമ്മൾ മേടിക്കാൻ പോകുന്ന സാധനത്തിന് നാളെ വിൽക്കാനായിട്ട് അതിന് വാല്യൂ ഉണ്ടാവണം, ആ സാധനത്തിന് വാല്യൂ ഉണ്ടാവണം. ഈ വാല്യൂ ഒക്കെ നമുക്ക് നേടിത്തരുന്നതാണ് അഭിലാഷ് സാറിൻ്റെ ഈ ക്ലാസ്. എത്ര ഇത് പറഞ്ഞാലും നന്ദി പറഞ്ഞാലും നമുക്ക് മതി വരില്ല. അപ്പം അത് എല്ലാവർക്കും അത് പ്രയോജനകരമാണ് ഈ ക്ലാസ്. നിങ്ങൾക്ക് ഞാനിതിനൊരു അഡ്വർടൈസ്മെൻ്റ് ഒന്നും അല്ല ഈ ക്ലാസ്സിൻ്റെ ഇത് പറയുന്നത്. പക്ഷേ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ ക്ലാസ് ലൈഫിൽ മുതൽക്കൂട്ടാണ്. അത് വാങ്ങിച്ചിട്ട് നിങ്ങൾക്കത് കണ്ടു കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും അത് ആ ക്ലാസ്സിൽ വാല്യൂ എത്രത്തോളം വരുമെന്ന്. നിങ്ങളുടെ കാശ് ഏതെല്ലാം നഷ്ടപ്പെടുത്തില്ല. എന്ന് വെച്ചാൽ ഇതിലൂടെ അദ്ദേഹം പറയുന്ന സ്ട്രാറ്റജിക് മോഡിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാശ് നഷ്ടപ്പെടാതെ
ഇരിക്കും. ഇതിപ്പം ഞാൻ പഠിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. എനിക്ക് അത് പ്രൂവൻ ചെയ്യണമെങ്കിൽ ഇനി വർഷങ്ങൾ, എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് നാളെടുക്കും. ആ ഒരു സ്ട്രാറ്റജി ശരിക്കും നമ്മുടെ ലൈഫിലേക്ക് അത് നമ്മുടെ ഓരോ ട്രേഡിങ്ങിലും നമ്മളത് ഉപയോഗപ്പെടുത്തുമ്പോൾ മാത്രമേ ഉള്ളൂ അതിൽ വിജയം കണ്ടെത്താൻ പറ്റുള്ളൂ. ഇത് തിയറിക്കലി അദ്ദേഹം പറഞ്ഞു തന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ട് ഇനിയും എക്സ്പീരിയൻസിലേക്ക് എത്തിക്കുമ്പം തീർച്ചയായിട്ടും നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പം ഞാനിപ്പോൾ പഠിച്ച് പ്രഗത്ഭനായി എന്നുള്ളതല്ല, ഞാൻ പഠിച്ചു അദ്ദേഹത്തിൻ്റെ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തു, പഠിച്ചു. ഇനിയും എനിക്കിപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ എന്നാലും നമുക്ക് ഇനിയും കൂടുതൽ പഠിക്കാനുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാര്യം ഇതെല്ലാം നേടി എന്നുള്ളൊരു ഇതല്ലല്ലോ. അപ്പം നമുക്ക് പഠിക്കാൻ ഇനിയും കാര്യങ്ങളുണ്ട്. ആ ഒരു പഠിത്തത്തിൽ നമുക്ക് കൂടുതൽ റിസർച്ച് ചെയ്യേണ്ടി വരും. എന്നിരുന്നാലും എനിക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ക്ലാസ്സും. അദ്ദേഹത്തിന് ഒരുപാട് അനുഗ്രഹങ്ങൾ ഈശ്വരൻ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമ്മൾക്ക് എല്ലാവർക്കും ഒന്നിച്ച് മുന്നേറാം. ഓക്കെ, ശരി. ഹായ് അഭിലേഷ് സാർ, ഞാൻ സാദിഖ്, ട്രിവാൻഡ്രംകാരനാണ്. സാറിൻ്റെ കോഴ്സ് ഞാൻ 2 ദിവസം മുന്നേ കംപ്ലീറ്റ് ചെയ്തു. സാർ തന്നിട്ടുള്ള അസൈൻമെൻറ്റ്സ് ഞാൻ ട്രയൽ ചെയ്തു, സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സാറ് പറഞ്ഞ റൂൾസ് അതെല്ലാം ഫോളോ ചെയ്തിട്ട് കുറച്ച് ട്രേഡുകൾ സ്വന്തമായിട്ട് എടുത്തായിരുന്നു. ആളെല്ലാം വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ആക്ച്വലി സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ട്രേഡിങ് എന്ന് പറയുന്ന ഒരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു മാറ്ററായിട്ടായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. അതുപോലെ ലക്ക് ഉണ്ടെങ്കിൽ ക്യാഷ് കിട്ടും. പക്ഷെ അതിനെ സാറ് വളരെ മൈന്യൂട്ടാക്കി കോംപ്ലക്സ് എന്നുള്ള കാര്യത്തെ വളരെ സിമ്പിളായി അതിന് നല്ലൊരു ബേസ് എനിക്ക് ബിൽഡ് ചെയ്ത് തന്ന സാറിൻ്റെ കോഴ്സിലൂടെ ആ ഒരു ബേസ് എനിക്ക് കിട്ടി. അപ്പം ഞാൻ കോൺഫിഡൻ്റ് ആണ്. ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽസ്, ഒരു ബിസിനസ് എന്താണ്, ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽസ് എങ്ങനെ അത് നമ്മൾ കണ്ട് മനസ്സിലാക്കണം, എങ്ങനെ ചെക്ക് ചെയ്യണം എന്നെല്ലാം വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ സാർ കോഴ്സിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരു സ്പെസിഫിക് ആയിട്ട് ആ ഒരു കാര്യം നമ്മൾ ലൈഫിൽ എങ്ങനെ മുന്നേറണം, ഡിസിപ്ലിൻ എങ്ങനെ കീപ്പ് ചെയ്യണം, അതെല്ലാം സാർ കോഴ്സിലൂടെ ഒരു നല്ല മനുഷ്യനായി എങ്ങനെ ജീവിച്ചിരിക്കണം, അതുപോലെ സഹജീവികളോട് എങ്ങനെ പെരുമാറണം, അതെല്ലാം സാറ് ടോപ്പിക്കിലൂടെ കടന്നു പോകുമ്പോഴെല്ലാം ക്ലിയറായിട്ട് അതിലെല്ലാം സൂചിപ്പിക്കുന്നുണ്ട്. അതിലൂന്നിക്കൊണ്ട് തന്നെയാണ് സാറ് എല്ലാം പറഞ്ഞു തന്നിട്ടുള്ളത്. സാറിനെ കണ്ടുമുട്ടാൻ കഴിഞ്ഞതിൽ വളരെ നന്ദി, ദൈവാനുഗ്രഹമായി കരുതുന്നു. താങ്ക് യു. എൻ്റെ പേര് സുജിത്ത്, ആലപ്പുഴയാണ് എൻ്റെ വീട്. ഞാനൊരു പ്രവാസിയാണ്. 1 വർഷമായുള്ള ഞാൻ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് എല്ലാവരെയും കൂട്ട് തന്നെ ഞാനും യൂട്യൂബിൽ വീഡിയോസ് കണ്ടിട്ടാണ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തത്, ട്രേഡിംഗ് തുടങ്ങിയത്. ഞാൻ മേടിച്ച സ്റ്റോക്കുകളെല്ലാം അപ്പർ ലെവലിൽ നിന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സ്റ്റോക്ക് പ്രൈസ് താഴ്ത്താട്ട് പോകുമ്പോൾ പേടിച്ച് കൊടുക്കുകയും അല്ലെങ്കിൽ ചെറിയൊരു പ്രോഫിറ്റ് കാണുമ്പോൾ കൊടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഓവറോൾ എൻ്റെ പോർട്ട്ഫോളിയോ മൈനസ് ആയിരുന്നു. കഴിഞ്ഞ മാസമാണ് സാറിൻ്റെ വീഡിയോസ് ഞാൻ യൂട്യൂബിൽ കാണുന്നത്. അതിനുശേഷം സാർ അപ്ലോഡ് ചെയ്ത വീഡിയോസ് എല്ലാം കണ്ടു. അതിന് ഞാൻ സാറിൻ്റെ കോഴ്സ് എടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കുകയും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. കാരണം സ്റ്റോക്ക് എപ്പോൾ വാങ്ങിക്കണം, എത്ര നാൾ ഹോൾഡ് ചെയ്യണം എന്നത്. കാരണം ഇംപേഷ്യൻ പീപ്പിളിൽ നിന്നാണ് പേഷ്യൻ പീപ്പിളിലേക്ക് പൈസ പോകുന്നൊരു തത്വമാണ് സാർ ഞങ്ങളെ പഠിപ്പിച്ചത്. അത് മാത്രമല്ല ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ആയിത്തീരണമെന്നുള്ളൊരു കോൺഫിഡൻസ് കൂടി സാറ് തരുന്നുണ്ട്. സാറിൻ്റെ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ഞാൻ വളരെ സന്തോഷവാനാണ്. സാറിൻ്റെ ഒപ്പം ഈ ട്രേഡ് മാർക്കറ്റിൽ ഞങ്ങൾക്കും വിജയം കൈവരിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സാർ. ഹായ്, ഗുഡ് ഈവനിങ് സാർ. സാർ, എൻ്റെ പേര് നസീം അലി. ഞാൻ കേരളത്തിൽ കോഴിക്കോടാണ് സ്ഥലം എൻ്റെ. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ സൗദിയിൽ വർക്ക് ചെയ്യണം. അപ്പോൾ സാറിൻ്റെ കോഴ്സ് എടുത്തായിരുന്നു. ഞാൻ കോഴ്സ് എടുക്കുന്നതിന് മുന്നേ സാറിൻ്റെ എല്ലാ യൂട്യൂബ് വീഡിയോസും ഞാൻ കാണാറുണ്ട്. യൂട്യൂബിൽ ഏകദേശം സാറിൻ്റെ എല്ലാ വീഡിയോസും തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് സാറിൻ്റെ പ്രസൻറ്റേഷനും പിന്നെ ഈ കിറ്റി ട്രേഡിങ്ങിലാണ് സാറ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു ഈ കിറ്റി ട്രേഡിംഗ് ഒന്ന് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് സാറിനൊരു കോഴ്സും പാടെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അതെന്തായാലും എടുക്കാമെന്നുള്ളൊരു തീരുമാനമായിരുന്നു. അങ്ങനെയാണ് സാറിൻ്റെ കോഴ്സിലേക്ക് വന്നതും സാറിൻ്റെ കോഴ്സിൽ വീഡിയോസ് എല്ലാം കാണുകയും ചെയ്യും ഏകദേശം എല്ലാം.
ഏകദേശം നല്ല എല്ലാം ഞാൻ 2-3 വട്ടം മിനിമം സാറിൻ്റെ എല്ലാ വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ടാവും. ഈ ഞാൻ സാറിൻ്റെ അല്ലെങ്കിൽ നമ്മളെ ഈ കോഴ്സ് എടുക്കുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നു എന്ന് വിചാരിച്ചാൽ, ഞാൻ ഏകദേശം കൊറോണ ടൈമിലായിരുന്നു ലിമിറ്റ് അക്കൗണ്ട് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അന്ന് മുതലേ ഞാൻ ട്രേഡിങ് ചെയ്യാറുണ്ട്. ട്രേഡിംഗ് എന്ന് പറയാൻ അന്ന് മുതൽ കണ്ടിന്യൂസ് ആയിട്ടല്ല, ആ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ കുറച്ച് ട്രേഡിങ് ചെയ്തായിരുന്നു. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഇൻട്രാഡേ തന്നെ അതിനായിട്ട് ഇൻട്രാഡേ, പിന്നെ ചെറുതായിട്ട് നമ്മൾ ഡെലിവറി എടുക്കും. അപ്പോൾ ഇൻട്രാഡേ ചെയ്യുമ്പോൾ ഞാൻ വളരെ തുച്ഛമായ എമൗണ്ട് ഇട്ടിട്ടായിരുന്നു, ഒരു 5,000-6,000 രൂപ ഇട്ടിട്ടായിരുന്നു പക്ഷേ ഇത് പഠിച്ചിരുന്നത്. അപ്പോൾ ഇൻട്രാഡേ ചെയ്തിട്ടുള്ള എല്ലാ പൈസയും ഏകദേശം എല്ലാ പൈസയും വൈപ്പൗട്ടാവുകയാണ് ചെയ്തത്. കാരണം എന്താ വെച്ചാൽ മെയിനായിട്ട് ഒരു എൻട്രി എക്സിറ്റ് അല്ലെങ്കിൽ ഒരു പിടുത്തം കിട്ടില്ലായിരുന്നു. പിന്നെ കിറ്റി എടുക്കും. കിറ്റി എടുത്താലും നമ്മൾ സ്റ്റോപ്പ് ലോസ് ഒക്കെ ചെയ്ത് വെക്കുമ്പോൾ കുറേയൊക്കെ സ്റ്റോപ്പ് ലോസ് അടിക്കും, ചിലത് ഹിറ്റാവും, ടാർഗറ്റ് ഹിറ്റാവും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ സാറിൻ്റെ വീഡിയോസ് എനിക്ക് ഏറ്റവും ആകർഷകമായിട്ട് തോന്നിയത് സ്റ്റോപ്പ് ലോസ് വെക്കരുതെന്നുള്ള സംഭവമാണ്. കാരണം നമ്മളിപ്പോൾ ഒരു ഡെലിവറി എടുക്കുമ്പോൾ മിക്കവാറും അത് സ്റ്റോപ്പ് ലോസ് അടിച്ച് പിന്നെ മേലോട്ട് കയറുക. പക്ഷെ നമ്മൾ കുറച്ചും പാടെ വെയിറ്റ് ചെയ്താൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ സാറിൻ്റെ ഈ യൂട്യൂബ് വീഡിയോസ് കണ്ട് പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായി ഫണ്ടമെൻ്റൽസ് പഠിക്കണം. കാരണം ഞാൻ എപ്പോഴും വിചാരിച്ചിരുന്നു സാറ് ആ സ്ക്രീനർ ഉപയോഗിച്ച് സാറിൻ്റെ വീഡിയോസിൽ സാറ് വീഡിയോസ് ചെയ്യുന്ന ഓരോ സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽസ് അനാലിസിസ് ചെയ്യുമ്പോൾ അത് പഠിക്കണം എന്തായാലും വിചാരിച്ചിരുന്നു. അത് സാറിൻ്റെ കോഴ്സ് എടുക്കുന്നതിലൂടെ എനിക്ക് വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു. അതേപോലെ തന്നെ ഫണ്ടമെൻ്റലും ഒരു സ്റ്റോക്കിൽ എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, അതായത് സ്റ്റോക്കിൽ നമ്മളെ ഫണ്ടിനെ എത്രത്തോളം അലോക്കേറ്റ് ചെയ്യണം, അതൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. അതുപോലെ ടാർഗറ്റ് ഏതാണെന്ന് മെയിനായിട്ട് ടാർഗറ്റ് എവിടെ ആക്കണം എന്നുള്ളതും വലിയൊരു അറിവായിരുന്നു സാറിൻ്റെ കോഴ്സിലുള്ള. അതേപോലെ എല്ലാം സാറിനോട് എത്ര നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. താങ്ക് യു ഫോർ ദിസ് കോഴ്സ്. സാർ എന്തായാലും ഈ കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഒരുപാട് നന്ദി പറയാനുണ്ട്. അതുപോലെ തന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. പ്രത്യേകിച്ച് സ്ക്രീനിൽ നോക്കി ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്യുക, അതേപോലെ ഒരു ബിസിനസ്സിനെ എങ്ങനെ കാണണം ഒക്കെ കുറേ മനസ്സിലായി. മൈൻഡ് സെറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇനി പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെല്ലാം നല്ല രീതിയിൽ റെഡിയാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വെരി ബിഗ് താങ്ക്സ്. സോ താങ്ക് യു സർ. നമസ്കാരം അഭിലാഷ് ജി. കുറച്ച് ലേറ്റായി വീഡിയോ ഇടാനായിട്ട്, കാരണം കുറച്ച് യാത്രയിലായിരുന്നു. താങ്കളുടെ ഈ എഫേർട്ടിന് ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു താങ്ക് യു വെരി മച്ച്. ഞങ്ങളെപ്പോലുള്ള കുറച്ച് നല്ല ആളുകൾക്ക് നല്ല ഐഡിയ പറഞ്ഞു തരുന്ന നല്ലൊരു മനുഷ്യനെ കിട്ടിയതിൽ വളരെയധികം നന്ദി. പിന്നെ താങ്കളുടെ വേ ഓഫ് എക്സ്പ്ലെയിനിങ് ഇറ്റ്സ് വെരി ഗുഡ്. എല്ലാവർക്കും എല്ലാ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു വെരി മച്ച്. ഇനിയും നല്ല നല്ല വീഡിയോസ്, നല്ല ഐഡിയാസ്, നല്ല സ്ട്രാറ്റജീസ് എക്സ്പെക്റ്റ് ചെയ്യുന്നു. താങ്ക് യു. ബൈ.